ആയിക്കോട്ടെ, വൈക്കട്ടെ വെച്ചാൽ ഞാൻ കാട്ടുന്നത് എന്തിനാണ് ഈ അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നത്? നമുക്ക് ഒരാളിനെ കിട്ടിയിട്ട് നമുക്ക് ചോദിക്കാം. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ വേണ്ടി, കുട്ടികൾക്ക് നല്ല ആഹാരം കൊടുക്കണം എന്ന്, വിഷം തളിക്കാത്ത ആഹാരത്തിന് വേണ്ടി നമ്മൾ ഇനി ബാക്കിയില്ലല്ലോ. ഇനി വേറെ എന്തെങ്കിലും സന്ദേശം കുട്ടികൾക്ക് നമ്മൾക്ക് ഒരു ഗ്രോ ബാഗ് ആണെങ്കിലും, ഒരു വീട്ടില് ഒരു ഗ്രോ ബാഗ് ആണെങ്കിലും ചെയ്ത് നമ്മളെ ആഹാരത്തിന് വേണ്ടിയിട്ട് വിഷമില്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എല്ലാ വീട്ടിലും ഗ്രോ ബാഗിലാണെങ്കിലും സ്ഥലമില്ലാത്തവരും. ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത്, എന്തിനാണ് ഈ അടുക്കളത്തോട്ടം നിർമ്മിക്കല്? അടുക്കളത്തോട്ടം നമ്മുടെ വീട്ടില് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വിഷരഹിതമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഈ ഇവിടെ എന്തിനാ ഈ കൂട്ടായ്മ നടത്തുന്നത്? ഇത് ഒന്ന് നമുക്ക് നമ്മുടെ സൗഹൃദം പുതുക്കുക. നമ്മള് കേരളത്തിലെ അല്ലെങ്കിൽ മറ്റെവിടെയുള്ള പല നാട്ടിലുള്ള ആൾക്കാർ ഒരു കൊടക്കയിൽ വന്ന് എല്ലാവരും പരസ്പരം കാണുക, സംസാരിക്കുക, കയ്യിലുള്ള വിത്തുകൾ കൊടുക്കുക, ചെടികൾ കൊടുക്കുക, പിന്നെ ആഹാര സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതൊരു രസം. പിന്നെ നിങ്ങൾക്ക് ഈ കുടുംബശ്രീ ഈ ചെടികളുടെ വിഷരഹിതമായ പച്ചക്കറികളുടെ പറഞ്ഞില്ലേ, അതെന്തെങ്കിലും കുട്ടികളോട് പറയാൻ എന്തെങ്കിലും സന്ദേശം? കുട്ടികളോടെന്താ, നമ്മളുടെ നാട്ടിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണം. എത്ര എന്താ പറയാ പൈസയുള്ള ഒരാളാണെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ആ ശീലം നമുക്ക് വളർത്തേണ്ടത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നായിരിക്കണം. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നല്ലൊരു ഇതാണ് പറഞ്ഞത്. പേര് സുഭാഷ് ചന്ദ്രൻ. അപ്പൊ സുഭാഷ് ചേട്ടന് നല്ലൊരു താങ്ക്സ്. നമ്മള് റഷീദ് ഭായിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ സമ്മാനം കൊടുക്കും. മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിനം ഏതാണ്? എന്റെ അറിവിൽ നാഗാമിർച്ചിയാണ്. അത് ഒരു സമയത്ത് ആയിരുന്നു 1ാം സ്ഥാനത്ത്. അതിന് ശേഷം പിന്നെ കരണംകൊല്ലി എന്ന് പറഞ്ഞ വേറെ മുളക് തൃശ്ശൂരിന്റെ വേറെ ആ ഭാഗത്തുള്ള ഉണ്ടായിരുന്നു. അത് ഒരുപാട് മുളകുകൾ പിന്നെ അവകാശവാദമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഉത്തരം പറഞ്ഞത് നാഗാമിർച്ചിയാണ്. അതിന്റെ വേറൊരു പേര് കൂടി ഓർമ്മിപ്പിക്കണം, ബൂത് ജലോക്കിയ. അപ്പൊ പേര് ഏതായാലും നാഗാമിർച്ചി എന്ന് പറഞ്ഞതിന് ഒരു സമ്മാനം ഞങ്ങൾ കൊടുക്കണം കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആ പേര് ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോ? എന്താണ് ഉത്തരം?